CPM-ന് തുടർഭരണം ഉണ്ടാകുമെന്ന DCC പ്രസിഡന്റ് പാലോട് രവിയുടെ ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ രാജിവെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ DCCയുടെ താൽക്കാലിക പ്രസിഡന്റായി N. ശക്തൻ ചുമതലയേൽക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതുപോലെ ശ്രീ KP ശ്രീകുമാർ, ബഹുമാനിയ നേതാക്കളെ, മാധ്യമ ഞാൻ തിരുവനന്തപുരം DCCയുടെ താൽക്കാലിക പ്രസിഡന്റായി ചുമതലയേൽക്കാനുണ്ടായ സാഹചര്യം ഇന്നലെ ഞാൻ വളരെ വിശദമായി പറയുകയുണ്ടായി. അത് ആവർത്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ 4 വർഷമായി തിരുവനന്തപുരം ജില്ലയ്ക്ക് ശക്തമായ ഒരു അടിത്തറ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് DCC തലത്തിലും ബ്ലോക്ക് തലത്തിലും മണ്ഡലം തലത്തിലും വാർഡ് തലത്തിലും ബൂത്ത് തലത്തിലും ഇന്ന് ഈ പാർട്ടി ശക്തമാണ്. അത് ഈ ഗവൺമെൻറ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം നിങ്ങൾക്കറിയാം. ആ 4 ഉപതെരഞ്ഞെടുപ്പിലും അതിനു മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനേക്കാൾ വൻ ഭൂരിപക്ഷത്തിലാണ്, 2 ഇരട്ടി 3 ഇരട്ടി 4 ഇരട്ടിയും ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. ഇവിടെയും സ്ഥിതി മറിച്ചല്ല. അവിടെ എന്തുകൊണ്ട് ഇത് വിജയിച്ചു എന്ന് ചോദിച്ചാൽ, തെരഞ്ഞെടുപ്പിൻ്റെ 3-4 മാസത്തിന് മുൻപ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ശക്തമായ അടിത്തറയുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയതുകൊണ്ടാണ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ, അസംബ്ലി ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വൻ ഭൂരിപക്ഷം കരസ്ഥമാക്കി. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ശക്തമായ മുന്നൊരുക്ക പ്രവർത്തനം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പാർട്ടിയെയും UDF-നെയും തിരുവനന്തപുരം ജില്ലയിൽ വൻ വിജയമുണ്ടാക്കുന്നതിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പാർട്ടി വളരെ ശക്തമാണ്. കോൺഗ്രസ് പാർട്ടി ഈ ജില്ലയിൽ സംസ്ഥാനത്തുള്ളതുപോലെ ഈ ജില്ലയിലും വളരെ ശക്തമാണ്. താഴെ അറ്റം വരെയുള്ള മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി ഇപ്പോൾ പ്രവർത്തിക്കുന്നു. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഗ്രൂപ്പില്ലാത്ത നല്ല പ്രവർത്തനം നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിൻ്റെ സുവർണ കാലഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിൽ ഞാൻ എല്ലാ കോൺഗ്രസ്സുകാരുടെയും പ്രവർത്തനത്തെ ഞാൻ ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ്. നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതോടൊപ്പം ഒരു കാര്യം പറയട്ടെ, ഈ 4 വർഷമായി നല്ല പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ശ്രീ പാലോട് രവിയെ ഞാൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി, തിരുവനന്തപുരം DCCക്ക് വേണ്ടി ഹാർദവമായി അഭിനന്ദിക്കുകയാണ്. തുടർന്നും ഉള്ള പ്രവർത്തനത്തിന് അദ്ദേഹത്തിൻ്റെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസിന് ഒരു നല്ല ഭാവി ഉണ്ടാക്കിയെടുക്കുന്നതിന് എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും സഹായം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ചേട്ടന് ഈ തീരുമാനത്തിൽ ചേട്ടൻ്റെ ഭാഗം കൃത്യമായിട്ട് പാർട്ടി കേട്ടു എന്നൊരു തോന്നലുണ്ടോ? കാര്യം അതൊരു ശാസന സ്വഭാവത്തിലുണ്ടായിരുന്ന ബൈറ്റ് ആയിരുന്നു എന്നുള്ളതാണ് പിന്നീട് പുറത്തേക്ക് വന്നത്. അപ്പോൾ ആ ബൈറ്റ് മുഴുവനും കേട്ടാൽ, ഞാൻ ഇന്നലെ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ്, അത് മുഴുവനും കേട്ടാൽ ഒരു ശാസന രൂപത്തിൽ ഒരു DCC പ്രസിഡന്റ് ഉത്തരവാദിത്വമാണ് താഴെത്തട്ടിലുള്ള പ്രവർത്തനം ശക്തമാക്കേണ്ടതിന്. ആരെങ്കിലും എതിരായി നിൽക്കുന്നുണ്ടെങ്കിൽ, അഭിപ്രായ വ്യത്യാസത്തിലൂടെ ആരെങ്കിലും മാറി നിൽക്കുകയാണെങ്കിൽ അവരെ കടുത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു DCC പ്രസിഡന്റ് ഉത്തരവാദിത്വമാണ്. അത് മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അത് തീർച്ചയായിട്ടും അതിനെപ്പറ്റി അന്വേഷിച്ച ചില വാക്കുകൾ, അത് നമ്മളെല്ലാം മനുഷ്യരല്ലേ, നമ്മൾ ഉപയോഗിച്ച് വരുമ്പോൾ ചില വാക്കുകൾ നമ്മുടെ ആരുടെയും ഭാഗത്തുനിന്ന് വന്നുപോകും. അതല്ലാതെ ശാസനാരൂപത്തിൽ വന്ന നല്ല ഉപദേശമല്ലാതെ അതിൽ വേറൊരു തെറ്റായി ഞാൻ കാണുന്നു. ചേട്ടനോട് പാർട്ടി വിശദീകരണം കാര്യമായി കേട്ടു എന്നൊരു ഫീലിംഗ് ഉണ്ടോ? അതെ, പാർട്ടിയുടെ ഒരു വിശദീകരണം അതിൽ ചേട്ടൻ നൽകിയ രാജി ആവശ്യപ്പെടുന്നു. നല്ല ഒരു മനോഹരമായ കവിവാക്യമുണ്ട്. മത്വചനങ്ങൾക്ക് അറിയാമല്ലോ, ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് നൽകണം എന്നുണ്ട്. മധ്വചനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് നൽകൂ എന്നൊരു വരിയുണ്ട്.
ഈ ജില്ലയിൽ അത്യാവശ്യമായി സംഘടനാ പ്രവർത്തനങ്ങളിൽ നമുക്കറിയാം വളരെ താഴെ തട്ടിലേക്ക് പോകുമ്പോൾ അച്ചടിച്ച ഭാഷയിലൊന്നും താഴെ തട്ടി സംസാരിക്കാൻ നോക്കില്ല. നമുക്ക് വളരെ എങ്ങനെയെങ്കിലും ഈ സംഘടന ഇന്ന് കാണുന്ന ഈ ശക്തി തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ആവേശത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. ശക്തൻ്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ ഈ ജില്ലയിലെ എല്ലാ പ്രവർത്തകരും ശക്തൻ്റെ പ്രവർത്തനത്തിന്. കാരണം ഈ ജില്ലയെ അറിയാം, ഈ ജില്ലയിലെ നേതാക്കളെയും പ്രവർത്തകരെയും അറിയാം. ഈ ജില്ലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ളവരാണ് ശ്രീ ശക്തൻ. മുൻ DCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ മാത്രമല്ല, മുൻ DC പ്രസിഡന്റുമാരുണ്ട്, KPCC ഭാരവാഹി, ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരു ടീമായി ഞങ്ങൾ ഈ ശ്രീ ശക്തൻ്റെ പ്രവർത്തനത്തിന് എല്ലാവിധമായ പിന്തുണയും നൽകും. അല്ല, അതിനെ സംബന്ധിച്ച് അന്വേഷിക്കാനായിട്ട് KPCC ഒരു ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അങ്ങനെ ഇങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഞാനതാണ് പറഞ്ഞത്. താങ്കളെ മാറ്റണമെന്ന് നേരത്തെ ചില പ്രവർത്തകർക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഗൂഢാലോചന എന്ന രീതിയിൽ കാണുന്നു. ഞാൻ ഒരു 55 വർഷം കൊണ്ട് ഈ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ആരെങ്കിലും ഗൂഢാലോചന കൂടിയിട്ടാണ് ഒരു പ്രവർത്തകനോട് പ്രവർത്തകനല്ല, ബ്ലോക്കിൻ്റെ സെക്രട്ടറിയാണ്. ബ്ലോക്കിൻ്റെ സെക്രട്ടറിയോടാണ് DC പ്രസിഡന്റ് സംസാരിക്കുന്നത്. അത് ചോർന്നത് എങ്ങനെ? ആ ചോർന്നതിന് ശേഷം ഉണ്ടായ സംഭവവികാസങ്ങളതാണ്. സ്വാഭാവികമായും ഞാൻ അതിനകത്ത് വലിയ ഗൂഢാലോചന നടന്നു എന്നുള്ളതല്ല. അത് പാർട്ടി അന്വേഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞു, പാർട്ടി അന്വേഷിക്കും. ആ പാർട്ടി അന്വേഷിക്കുന്ന ഫൈൻഡിങ്സ് എന്താണോ അത് കേൾക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ പാർട്ടി പ്രവർത്തകരായതുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾ അനുസരിക്കുന്നത്. ഞങ്ങൾ പാർട്ടിക്ക് അകത്ത് നിൽക്കുന്നവരാണ്. താങ്ക് യു വെരി മച്ച്. ഇന്നലെ ചാനലുകാരെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല, മാധ്യമ സുഹൃത്തുക്കളെ കാണാൻ കഴിഞ്ഞില്ല, സോറി. CPM-ന് തുടർഭരണം ലഭിച്ചേക്കുമെന്ന വിവാദ ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട് പാലോട് രവി ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. മാധ്യമങ്ങൾ ചോദിച്ചത് ആ ഫോൺ സംഭാഷണത്തിൽ ഗൂഢാലോചനയുണ്ടല്ലോ എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് ഏത് രീതിയിലും ഈ സംഭാഷണത്തെ വ്യാഖ്യാനിക്കാമെന്നാണ്. CPM-ഉം അത് പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴും അതേ മറുപടി തന്നെയായിരുന്നു അദ്ദേഹത്തിന്. ക്യാമറാമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര MP, വിസ്മയ ന്യൂസ്.